നരകമെന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ ഈസിയാണ്. കുറഞ്ഞ അക്ഷരങ്ങളെ കൊണ്ട് ചുരുങ്ങിപ്പോയതാണെങ്കിലും വല്ലാത്ത ഒരു കേന്ദ്രമാണ് കേട്ടോ, വല്ലാത്ത ഒരു ശിക്ഷയുടെ കേന്ദ്രമാണ് കേട്ടോ. ആ നരകത്തെ കുറിച്ച് ഇങ്ങനെ വിശേഷിച്ച് നരകമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ദാഹം കൊണ്ട് അവശനായി ദാഹിച്ച് അവശനാകുന്ന കേന്ദ്രമാണത്. താങ്ങാൻ കഴിയാത്ത ദാഹമാണ്, സഹിക്കാൻ കഴിയാത്ത ദാഹമാണ്. ഓ വേല കേൾക്കുന്ന കാരണവന്മാര്, വേല കേൾക്കുന്ന ഉമ്മമാര്, ഇവിടുന്നങ്ങ് ദാഹിച്ചപ്പോൾ അതേ ഫ്രിഡ്ജങ്ങ് തുറന്ന് തണുത്ത വെള്ളം കുടിക്കാൻ എന്തൊരു രസമാണ്, മാങ്ങാ ജ്യൂസ് കുടിക്കാൻ എന്തൊരു രസമാണ്, ഓരോ ഫ്രൂട്ട്സുകളുടെ ജ്യൂസ് കുടിക്കാൻ എന്തൊരു രസമാണ്. ഉമ്മാനോട് ഉമ്മ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉമ്മ നാരങ്ങ വെള്ളമുണ്ടാക്കി തന്നില്ലേ, ലൈം ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലേ. ഭാര്യയോട് പോയി വല്ലാത്ത തേസ്റ്റിയാണ്, വല്ലാത്ത ദാഹമാണെന്ന് പറഞ്ഞപ്പോ ഭാര്യയും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലേ. നരകത്തിൽ പോയി ആ നരകത്തിന്റെ ശിക്ഷയുടെ കാഠിന്യം ഇങ്ങനെ അനുഭവിക്കുമ്പോ ദാഹിച്ച് വലയുമ്പോൾ അവിടെ ഉമ്മാനോട് വെള്ളം ചോദിക്കാനുണ്ടോ, ഭാര്യയോട് ജ്യൂസ് ചോദിക്കാനുണ്ടോ, സ്വന്തം മക്കളോട് തണുത്ത വെള്ളം ചോദിക്കാനുണ്ടോ? അതല്ലേ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞത്, അവരോട് അവർ സഹായം ചോദിച്ചാലും ആ നരകത്തിൽ വല്ലാണ്ട് ദാഹിക്കുമ്പോ അവരതാ വെള്ളം ചോദിക്കുന്നു. നരകക്കാര് വെള്ളം ചോദിക്കുമ്പോഴും ഖുർആൻ അവരെ ആക്ഷേപിക്കുകയാണ്, അവരെ ഇൻസൾട്ട് ചെയ്യുകയാണ്, അവരെ ടീസ് ചെയ്യുകയാണ്, അപമാനിക്കുകയാണ്, ഇകഴ്ത്തുകയാണ്, നരകക്കാരെ പരിഹസിക്കുകയാണ്, നരകക്കാരെ കളിയാക്കുകയാണ്. വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ അവർക്കതാ ഒരു തരം വെള്ളം കൊണ്ട് കുടിപ്പിക്കപ്പെടുന്നു. അതാ ഒരു ഇരുമ്പുണ്ടല്ലോ, ആ ഇരുമ്പിനെ അങ്ങ് ഉരുക്കിയെടുത്താലുള്ള വെള്ളം അത് കുടിക്കാൻ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? നല്ല ഒരു ഇരുമ്പ്, ആ ഇരുമ്പിനെ അങ്ങ് ഉരുക്കിയെടുത്താൽ അതങ്ങ് കുടിക്കാൻ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലത്തതാണ് കുടിക്കാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അല്ലാഹ് അവരെ ആക്ഷേപിക്കുന്നു. അത് കുടിക്കണ്ട, ആ വെള്ളത്തിന്റെ അടുത്ത് പോയി നിന്നാ മതി. അങ്ങനെയാണ് ഖുർആൻ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. യശ്വിൽ ഉജൂ, ആ നരകത്തിലെ വെള്ളത്തിന്റെ അരികിൽ പോയി നിന്നാ മതി, കുടിക്കണമെന്നില്ല. യശ്വിൽ ഉജൂ, മുഖമങ്ങതാ കരുത്തിരുണ്ട് ചുട്ടിപ്പൊള്ളിപ്പോയി, മുഖം ചുട്ടതാ ചുടുന്നു, പൊള്ളിപ്പോകുന്നു. ഇത്രയെല്ലാം പറഞ്ഞിട്ടും അതേ നന്നാകാൻ തോന്നുന്നില്ലേ? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വേണമെങ്കിൽ വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ റബ്ബിനെ ധിക്കരിച്ച് നടന്നോ. എന്തായാലും ഒരു കാര്യം ഓർമ്മയിലുണ്ടാകട്ടെ, അതാണ് ഈ ആയത്തിന്റെ അവസാനമല്ല പറഞ്ഞത്. ബിഅസശറാബ്, ആ നരകത്തിലെ പാനീയം അത്രയും സുഖമുള്ളതല്ല, രസമുള്ളതല്ല, അത് മോശപ്പെട്ട പാനീയമാണ് കേട്ടോ. ആ പാനീയത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. ഇതുവരെയുള്ള ജീവിതം കഴിഞ്ഞു, ഇനി എത്രയാണുള്ളതെന്നറിയില്ല. നാളത്തെ വാതിന് ഞാനുണ്ടാകുമോ എന്നറിയില്ല, നാളെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ അറിയില്ല. പടച്ച റബ്ബ് നമുക്കെല്ലാം ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ബറക്കത്തുകൊണ്ട്, ഒന്നരായ ശൈഖുനാ ശറഫുൽ ഉലമയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇനിയുള്ള ആയുസ് മുഴുവനും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങിക്കോ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദം നിർത്തുന്നു. സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ
റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനതാ ഒരു കുട്ടി ഇങ്ങനെ കളിക്കുകയാണ്. മറർതു അലാ സ്വബിയ്യിൻ വഹുവ യൽഅബു ബിത്തുറാബ്. അതാ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു, ഒരു കുട്ടി ഇങ്ങനെ മണ്ണുകൊണ്ട് കളിക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ കളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. യൽഹഖു താറതൻ വയബ്കി ഉഖറാ. ആ കുട്ടി ചിലപ്പോൾ ഇങ്ങനെ മണ്ണുകൊണ്ട് കളിക്കുമ്പോ ചിരിക്കുന്നു, മറ്റു ചിലപ്പോൾ ആ കുട്ടി കരയുന്നു. എനിക്ക് ആ കുട്ടിക്കൊരു സലാം പറയണോന്ന് ആഗ്രഹമുണ്ട്. ഫാറത്തു അൻ ഉസല്ലിമ അലൈഹി. ആ കുട്ടിക്ക് ഞാനൊന്ന് സലാം പറയാൻ ഉദ്ദേശിച്ചു. പക്ഷേ എന്റെ മനസ്സെന്നോട് പറഞ്ഞു വേണ്ട. എന്റെ മനസ്സെന്നോട് പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ, കുട്ടിക്ക് എന്തിനാ സലാം പറയുന്നത്? എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ അവിടുന്ന് പറഞ്ഞു, അല്ല മനസ്സേ, എന്നെക്കാൾ വലിയ നേതാവല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളെ ചെറിയവർക്കും വലിയവർക്കും ഒക്കെ സലാം പറയാറുണ്ടായിരുന്നല്ലോ. യുസല്ലിമു അലൽ കിബാരി വസ്സിഗാരി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയവർക്കും വലിയവർക്കും എല്ലാം സലാം പറയാറുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഫസല്ലംതു. ഈ മണ്ണിൽ കളിക്കുന്ന ഈ കുട്ടിക്ക് ഞാനങ്ങ് സലാം പറഞ്ഞു. സലാം പറയേണ്ട താമസം ആ കുട്ടി എവിടെന്ന് പറയുകയാണ്, വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി യാ മാലിക്. ചെറിയ കുട്ടിയാണ്, മണ്ണിൽ കളിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായം എത്രയാണെന്ന് നമുക്ക് വിലയിരുത്താമല്ലോ. ആ കുട്ടി ഉടനെ സലാം മടക്കുകയാണ്. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ പേര് പറഞ്ഞിട്ടാണ് സലാം മടക്കുന്നത്. വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി യാ മാലിക്. ഓ മാലിക് എന്നവരെ. ഉടനെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുകയാണ്, വമിൻ ഐന അറഫ്തനി. അല്ല കുട്ടിയെ, എവിടുന്നാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയത്? ഞാൻ നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്റെ പേര് മനസ്സിലായത്? ഉടനെ ആ കുട്ടി പറയുകയാണ്, അറഫനിൽ ഹയ്യുല്ലദി ലാ യമൂത്. ഒരിക്കലും മരണമില്ലാത്ത എക്കാലത്തും ജീവിക്കുന്ന ഒരു റബ്ബില്ലേ, ആ റബ്ബാണ് നിങ്ങളെ പേര് എനിക്ക് അറിയിച്ചു തന്നത്. കുട്ടി വല്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിയോടാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുന്നത്, അല്ല കുട്ടിയെ, മൽ ഫർഖു ബൈനൻ നഫ്സി വൽ അഖ്ലി. എന്താണ് ഈ നഫ്സും അഖ്ലും ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം? ഉടനെ കുട്ടിയുടെ മറുപടി, അത്ഭുതമുള്ള കുട്ടിയാണ്. കുട്ടി എവിടെന്ന് പറയാണ്, ഓ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, നഫ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളെ നഫ്സല്ലേ എന്നോട് സലാം പറയണ്ടെന്ന് പറഞ്ഞത്? നേരത്തെ നിങ്ങൾ എന്നെ കണ്ടപ്പോ സലാം പറയണ്ടെന്ന് നിങ്ങളെ നഫ്സ് നിങ്ങളോട് പറഞ്ഞില്ലേ? അതാണ് നഫ്സ്. പിന്നെ അഖിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് സലാം പറയാൻ തോന്നിയില്ലേ, സലാം പറയാൻ നിങ്ങളോട് തോന്നിപ്പിച്ചില്ലേ? അതാണ് അഖിൽ. ഇതാണ് നഫ്സിന്റെയും അഖിലിന്റെയും ഇടയിലുള്ള വ്യത്യാസം. ഉടനെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ല കുട്ടിയെ, നിങ്ങൾ ഇത്രയും നല്ല കഴിവുള്ള കുട്ടിയായിട്ട് ലിമ തലഅബു ബിത്തുറാബ്. എന്തിനാണ് നിങ്ങൾ മണ്ണിൽ കളിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ മണ്ണിൽ കളിക്കുന്നത്? ഉടനെ കുട്ടിയുടെ മറുപടി, ലിഅന്നാ ഖുലിഖ്നാ മിൻഹു വനഊദു ഇലൈഹി. അല്ല മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ഞാനല്ലാണ്ട് പിന്നെ ആരാണ് മണ്ണിൽ കളിക്കുക? കാരണം ഞങ്ങളെ അള്ള പടച്ചത് മണ്ണിൽ നിന്നാണല്ലോ. മണ്ണിൽ നിന്നല്ലേ അള്ള ഞങ്ങളെ പടച്ചത്. ആ മണ്ണിലേക്ക് തന്നെയല്ലേ ഞങ്ങൾ മടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ മണ്ണിൽ കളിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുക? അടുത്ത് മാലിക് ഇബ്നു ദീനാർ തങ്ങളെ കുട്ടിയോട് ചോദിക്കാണ്, എന്നാ കുട്ടിയെ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ ഇടയ്ക്ക് ചിരിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്ക് കരയാറുണ്ടായിരുന്നു? ആ മണ്ണിൽ കളിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോ നിങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു, വേറെ ചിലപ്പോ നിങ്ങൾ കരയാറുണ്ടായിരുന്നു. ഉടനെ ആ കുട്ടിയുടെ മറുപടി, ഇദാ ദക്കർതു അദാബ റബ്ബി അബ്കി. ഞാൻ എന്റെ റബ്ബിന്റെ അദാബിനെ ഓർത്തുപോകും. മണ്ണിൽ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ എന്റെ റബ്ബിന്റെ അദാബ് ഓർത്തുപോകും. ഓ ചെറുപ്പക്കാരെ, ചെറിയ മണ്ണിൽ കളിക്കുന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ് പടച്ച റബ്ബിന്റെ അദാബിനെ ഓർക്കുന്നത്. ആ കുട്ടിയാണ് പറയുന്നത്, ഞാൻ എന്റെ റബ്ബിന്റെ അദാബിനെ ഓർക്കും. അങ്ങനെ ഓർത്തപ്പോഴേക്ക് അബ്കി, ഞാൻ അങ്ങ് കരയും. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ചിരിക്കാറുള്ളതെന്നല്ലേ? വൈദാ ദക്കർതു റഹ്മതഹു അൽഹഖ്. അതെ, ഞാൻ എന്റെ റബ്ബിന്റെ റഹ്മത്തിനെ ഓർക്കും. ചിലപ്പോ ഞാൻ തെറ്റ് ചെയ്താലും എന്റെ റബ്ബിന്റെ കാരുണ്യം വലുതാണല്ലോ. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളെ അമലുകളിലൊന്നും പ്രതീക്ഷയില്ല, ഞങ്ങൾ പറഞ്ഞ വാലിൽ പ്രതീക്ഷയില്ല, ഞങ്ങൾ ചെയ്ത യാത്രയിൽ പ്രതീക്ഷയില്ല,
ഞങ്ങൾ ചെയ്ത ഇബാദത്തിൽ പ്രതീക്ഷയില്ല. അതെല്ലാറ്റിലുമുപരി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് അല്ല, അത് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്, നിന്റെ റഹ്മത്ത് മാത്രമാണ്. അല്ലാ, ഇവിടുന്ന് നിന്നോട് ചോദിക്കുന്നു, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെയും ബന്ധപ്പെട്ട മുഴുവൻ സ്നേഹജനങ്ങളെയും സ്വർഗത്തിൽ അകം കടത്തണേ അല്ലാ. ഈ കുട്ടി പറയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ റഹ്മത്തിനെ ഓർക്കുമ്പോ ഞാൻ അങ്ങ് ചിരിക്കുകയാണ്. ഉടനെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ഈ കുട്ടിയോട് ചോദിക്കാണ്, യാ വലദി, അല്ല കുഞ്ഞുമോനെ, അയ്യു ദംബിൻ ലക് ഹത്താ തബ്കി, ചെറിയ കുട്ടിയല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് എന്ത് തെറ്റാണ് കരയാനുള്ളത്? ചെറിയ കുട്ടികൾക്ക് എന്ത് തെറ്റാണ്? അവർ തെറ്റ് ചെയ്യൂലല്ലോ. നിങ്ങൾ ഇങ്ങനെ കരയാൻ മാത്രം, റബ്ബിന്റെ അദാബിനെ പേടിക്കാൻ മാത്രം എന്ത് തെറ്റാണ്? ലി അന്നക ലസ്ത ബിമുക്കല്ലഫിൻ, നിങ്ങളൊരു മുക്കല്ലഫല്ലല്ലോ, നിങ്ങളോട് ഷറഇന്റെ കീർത്തനയില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അറിയുന്നത്? ഉടനെ അക്കുട്ടിയുടെ മറുപടി, ലാ തഖുൽ ഹദാ, മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാനൊരു കുട്ടിയാണെന്ന് കരുതിയിട്ട് ഞാൻ കരയേണ്ടതില്ലെന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. കാരണം ഫഇന്നീ റഅയ്തു ഉമ്മീ, എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഉമ്മാനെ കണ്ടിട്ടുണ്ട്. ആ ഉമ്മ അടുപ്പത്ത് വിറക് വെച്ച് കത്തിക്കുന്നത്, തീ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഉമ്മ അടുപ്പത്ത് വലിയ വലിയ വിറക് കൊണ്ടുവന്ന് വെക്കും. ആ വിറക് കൊണ്ട് തീ കത്തിക്കുമ്പോ ആ വലിയ വലിയ വിറകിനെ എന്റെ ഉമ്മ കത്തിക്കുന്നത് ചെറിയ വിറകുകളെ കൊണ്ടായിരുന്നു. ചെറിയ വിറക് കൊണ്ട് വലിയ വിറക് കത്തിച്ച എന്റെ ഉമ്മാനെ അടുപ്പത്ത് തീ കത്തിച്ചത് കണ്ട മോനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ കുട്ടിയായിട്ട് ചെറിയവനായതുകൊണ്ടും കരയാതിരിക്കുമോ? റബ്ബിന്റെ അദാബിനെ പേടിക്കാതിരിക്കുമോ? എന്നിട്ടതാ ഈ കുട്ടി മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ഫഅലൈക ബിൽ ഇഅ്തിബാർ, ഇതിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണേ. തഫ്സീർ റൂഹുൽ ബയാനിൽ ഇസ്മാഈലുൽ ഹിക്കൽ ബറൂസമി തങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ പാഠം ഉൾക്കൊണ്ട് ഏത് സമയത്തും നല്ലവരായി ജീവിക്കാൻ ശ്രമിച്ച്, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ, ഇനിയുള്ള ജീവിതം മുഴുവനും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് വാദം പറയാൻ സാധുവായ എനിക്ക് അവകാശമില്ല, അർഹതയില്ല. ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടാണ് ഉപദേശിക്കുന്നത്. നിങ്ങളെ ഞാൻ അത് കേൾപ്പിക്കുന്നു എന്ന് മാത്രമാണ്. ഇത് ഞാൻ എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചു ഞാൻ എന്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, അങ്ങനെ ഒരു നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ.